എനിക്കൊരു 50 രൂപ കൂടുതൽ തന്നില്ലേ, നാളെ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് പിരിക്കാൻ ഇറങ്ങും. പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ PA കൊണ്ട് വിളിപ്പിച്ചായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ മകനെ മന്ത്രിയാക്കണ്ടെന്നൊരു നിലപാടെടുക്കുന്നു. അച്ഛന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് പിരിവുണ്ടല്ലോ, ഇവിടുന്നാണ് രാഷ്ട്രീയക്കാരന്റെ തുടക്കം. ഇന്ന് മസ്താന്റെ വക നമുക്കൊരു പാർട്ടി ഉണ്ട് ആശാനെ. പിന്നെ ഇന്ന് ഇവരെയും കൂടെ കൂട്ടിക്കോട്ടെ, എല്ലാം നമുക്ക് പറ്റിയ പാർട്ടികളാണ്. മസ്താൻ അറിയാലോ, നമ്പാൻ പറ്റിയൊരു കൂടെ കൂട്ടും. അയ്യോ അതിന് ഞാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, കേരള മസ്താന്റെ പാർട്ടി. നഗരവെളിച്ചത്തിൽ മാത്രം ജീവിതം കണ്ട ഞങ്ങളിൽ പലർക്കും നിലാവെളിച്ചത്തിൽ മസ്താൻ നടത്തിയ ആ സൽക്കാരം ആദ്യ അനുഭവമായിരുന്നു. എടാ അതിന്നൊരു 5 എണ്ണത്തിന് നനഞ്ഞു കൊടുത്തിട്ട് പിടിച്ചോ. ആള് കൂടുതലുള്ളതല്ലേ, നമുക്ക് 2 എണ്ണത്തെ കൂടുതൽ പിടിച്ചാലോ? എടാ അവന്മാർ 10 മൂട് കപ്പയെ പറിക്കാൻ പോയിരിക്കുന്നത്, അതൊക്കെ ആര് നിർക്കും? നീ പറയണ എണ്ണങ്ങ് പിടിച്ചാൽ മതി. യെസ് ബോസ്. നിങ്ങൾക്കറിയോ, കഞ്ചാവും വിദേശമദ്യവും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പകരം ഞാൻ തന്നെ ചെത്തി ഞാൻ തന്നെ ഇറക്കുന്ന ശുദ്ധമായ തെങ്ങിൻ കള്ള് ആവശ്യത്തിന് വേണ്ടത് കുടിക്കാം. ആദ്യമായി കമ്പനി കൂടാൻ വന്നിട്ട് അനിയന്മാര് സൂപ്പർ ഹാപ്പി ആയിരിക്കണം. അതാണ് ഞങ്ങള് ഹാപ്പിയാണ് മസ്താനെ. പക്ഷെ മസ്താൻ ഇങ്ങനെ പൊക്കമുള്ള തെങ്ങിന്റെ മേളിൽ കയറുന്ന കാണുമ്പോൾ ഒരു ചെറിയ പേടി. ആട്ടുംകാട്ടവും ചാണകവും വരെ എന്താണെന്നറിയാൻ വേണ്ടി ഇന്റർനെറ്റിൽ അടിച്ചു നോക്കുന്ന വെറും ഗൂഗിൾ ബോയ്സ് ആവരുത് നിങ്ങൾ. കുറച്ചൊക്കെ ശരീരം ഇറങ്ങണം, അല്ലാതെ കാര്യം നടക്കില്ല. ചരിത്രം പറഞ്ഞാൽ ജാതിയും മതവും ഇല്ലാത്ത ഒരു ചെത്തുകാരന്റെ രക്തമാണ് ഈ ഞരമ്പിലോടുന്നത്. എല്ലാരോടും പറഞ്ഞു നടന്നിട്ട് 10 താഴെ വീണ് കിടന്നല്ലോ മനുഷ്യ നിങ്ങള്. അപ്പനെന്തോ പറയുന്നു. ചതിച്ചതല്ല സബാനെ, പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം മോനെന്നും മനസ്സിൽ സൂക്ഷിക്കണം, വലിച്ചിട്ട് പിടിക്കാൻ നോക്കരുത്. എന്റെ ഡാഡിക്കും ഇതേപോലൊരു പറ്റുപറ്റി, വലിച്ചിട്ട് പിടിക്കാൻ നോക്കി. എന്നിട്ട് ഡാഡിയും പടതായ ആയില്ല, അയേനെ പശുവിനെ കറക്കുമ്പോ മൂക്കേറെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അകിടെ പിടിക്കാൻ നോക്കി. പശു ഒരൊറ്റ ചവിട്ട് ഒരു ദിവസം മുഴുവൻ ചാണകം കുടിക്കാത്ത കിടന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. അതെ, അങ്ങനെ ചാണകനാറ്റ കേസ് ആയിരുന്നില്ല എൻ്റെ അപ്പം വർക്ക് ചെയ്താൽ. അറിയോ, അപ്പൻ ഇരുന്നതേ തെങ്ങിന്റെ മണ്ടയിലായിരുന്നു, മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ വലിച്ചിട്ട് പിടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ ഉണക്കമടലായിരുന്നു. മണ്ടയിലിരുന്ന് വലിച്ചത് കഞ്ചാവും, പിടിക്കാൻ നോക്കിയത് അമ്പിളി അമ്മാവനായിരുന്നു. അമ്മ പിന്നീട് പറഞ്ഞപ്പോഴറിഞ്ഞത് ഇത് അപ്പൻ്റെ സ്ഥിരം കലാപരിപാടിയായിരുന്നു. അന്ന് തുടങ്ങിയതാ എൻ്റെ ഈ കഞ്ചാവിനോടുള്ള യുദ്ധം. എന്നിട്ട് അമ്മ ഇപ്പോ 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടുകാർ റെയിൽവേ പണിക്ക് വന്ന ഏതോ ഹിന്ദിക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നെ അവർ ഓർഫനേജിൽ ഫ്ലോർ അസിസ്റ്റൻ്റ് അടുത്ത് ആക്കി. പിന്നീട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കണ്ടത് ദൈവൻ്റെ നാടൻ പാട്ടിൽ മാത്രമായിരുന്നു. അങ്ങനെ രാജാവ് യാത്രയായി. എടാ കുറുക്കം പിടിച്ച പോലെ കൂടുതൽ ചുറ്റും കുറച്ച് പപ്പും കൂടെ ഇട്ടേക്കണേ. നല്ല മസ്താനെ, ഈ കോഴിക്കോട് ഇങ്ങനെ പല്ലക്ക് പോലെ ഇങ്ങോട്ട് അത് ഞാൻ തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു തന്ത്രമാണ്. കൂടോടെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ കോഴികൾ വോൾവോ ബസ്സിൽ ഒരു ടൂർ പോവുകയാണെന്നുള്ള ഭാവത്തിൽ ഞെളിഞ്ഞന്തം വിട്ടങ്ങനെ നിന്നോളൂ. പിന്നീട് നനഞ്ഞ തോർത്തിട്ട് പിടിക്കുമ്പോൾ വീഗാലാൻഡോ വാഴച്ചാലോ എത്തിയിട്ട് കുളിക്കാൻ ഇറങ്ങുവാണെന്ന് കരുതി ഡീസൻ്റായി കാറാതെ ഒച്ച വയ്ക്കാതെ അങ്ങ് സഹകരിക്കും. ഇനി അഥവാ കാറിയാ തന്നെ ഇത് നമ്മുടെ ഭാസ്കരേട്ടൻ്റെ തോട്ടമല്ലേ, പകല് പോലും ഇവിടെ ആരും വരില്ല. ഭാസ്കരേട്ടന് അത്രയ്ക്ക് പേടിയാണ് ഈ നാട്ടുകാർക്ക്. പേടിച്ചിട്ട് തന്നെ അല്ലാണ്ട്. മുമ്പ് ഇതൊരു ശവപ്പറമ്പായിരുന്നല്ലോ. അയ്യോ, പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ലേ പ്ലീസ്. പാട്ടിന് തളം പിടിക്കാൻ വേണ്ടി താങ്കൾ പറമ്പിൽ നിന്നെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കണം എന്താണെന്ന് നോക്കൂ. ഒരു ഉണക്ക തേങ്ങ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ശരിക്കും നോക്കുന്നേ. കോളേജ് ഹോസ്റ്റൽ ജീവിതത്തിലെ ഏറ്റവും രസമുള്ള അനുഭവങ്ങൾ ഓരോന്നായി സംഭവിച്ചു തുടങ്ങി. കായലിന് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടി. അപ്പോഴേക്കും മസ്താനായി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നേതാവ്. വൈകുന്നേരങ്ങളിൽ കായലിൻ്റെയും മജുവിൻ്റെയും കളി കണ്ടിരുന്ന വാശികയറ്റിലും പെറ്റുവെക്കുമായിരുന്നു ഞങ്ങളുടെ പ്രധാന നേരം പോക്ക്. കോച്ചില്ലാത്ത സമയങ്ങളിൽ മിക്കപ്പോഴും മസ്താനായിരുന്നു ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്.
അനാഥനായ മസ്താനെ കോളേജിൽ തന്നെ നിർത്താൻ അച്ഛന്മാർ കണ്ടറിഞ്ഞു കൊടുത്തൊരു ചുമതലയായിരുന്നു അത്. പുള്ളിയുടെ ചിലവുകളെല്ലാം കാലങ്ങളായി നോക്കിയിരുന്ന കോളേജ് മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മസ്താൻ്റെ കീഴിൽ കളിക്കാർ എപ്പോഴും ഒറ്റക്കെട്ടായിരുന്നു. ക്ലീറ്റ സംഘത്തിന് പെൺകുട്ടികളിൽ നിന്ന് കണക്കിന് തെരുവിളി കിട്ടിക്കൊണ്ടേയിരുന്നു. അതിനെല്ലാം കണക്ക് തീർക്കുന്നത് ഞങ്ങളോടായിരുന്നു. പതിവ് പോലെ അന്നൊരു ദിവസം എല്ലാവരും റൂമിലേക്ക് എത്തി. ഹോസ്റ്റലിലേക്ക് പേര് ഇറക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അയ്യോ ചേട്ടാ, ഓട്ടം തുള്ളൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാ? നിന്നെ കൊണ്ട് ഞാൻ തുള്ളിക്കും. ആരൊക്കെ പാടണം ആരൊക്കെ തുള്ളാൻ തീരുമാനിക്കുന്നേ ഞങ്ങളാ. പറയുന്ന അങ്ങ് ചെയ്താൽ മതി. അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും ഡാൻസ്. ഇവർക്ക് എന്ത് പണി കൊടുക്കും? ഞങ്ങൾ മൂന്നുപേരും നാടകം കളിക്കാം. യേശുവിനെ പറ്റിയ യൂത. ഞാൻ പള്ളിയിൽ കളിച്ചിട്ടുണ്ട്. സൂപ്പർ. ഈ നാടൻ കളി ഞങ്ങൾ പണ്ടേ കണ്ടതല്ലേ, ഇനി അത് വേണ്ട. നീ മാത്രം ഒന്നിനും ചേരണ്ട. നിനക്ക് ഞങ്ങളുടെ വക വേറെ ഡ്യൂട്ടി ഉണ്ട്. ഈ കായൽ പോയാൽ പിന്നെ അവന്റെ പൊസിഷനിൽ കളിക്കാൻ വേണ്ടി ഉണ്ടോടാ? ഈ സഞ്ജു അത്യാവശ്യം കളിക്കു വെച്ചോ. അങ്ങനെ പറയൂ വെച്ചോ. എടാ, ഈ ഫാദർ പീറ്ററിന്റെ കെയർ ഓഫിൽ ഇവിടെ സ്പോർട്സ് കോട്ടയിൽ കയറി വിദ്വാനാരാണ്? അത് ഞാനാണ്. ഞാനാ. ഏതാടാ ഇനം? ഗുസ്തി. ഗുസ്തി. അതിനെ കണ്ടപ്പോഴേ തോന്നി. മിസ്റ്റർ രാമ, ആരോടാ അത്? അമ്മ ഞാൻ എന്നാ അങ്ങോട്ട് പിന്നെ വിളിക്കാം. ശരി. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? പറയുന്നതെല്ലാം കേട്ടിരിക്കും, അത്രേ ഉള്ളൂ. എടാ, കഴിച്ചിട്ട് വരാം, എന്നിട്ട് ആ വർത്താനം. എടാ, കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരോടും പ്രയർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും ഈ നാടിന്റെ തന്നെയും അഭിമാനമായി മാറിയ ഒരു മിടുക്കൻ ഒരു വിദേശ ക്ലബിൽ കളിക്കുന്നതിന് വേണ്ടി നമ്മളെയൊക്കെ വിട്ട് പോകുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പൊ നാളെ യാത്ര പുറപ്പെടുന്ന കായൽ ആന്റണിക്ക് നമുക്കെല്ലാ യാത്രാമംഗളങ്ങളും ആശംസിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹോസ്റ്റലിലേക്ക് അജുവിനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നത്. അമ്മ മരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അജുവിനെ കാണാൻ ഇഷ്ടപ്പെടാതിരുന്ന അവൻ്റെ പപ്പയായിരുന്നു അത്. കാണാമെന്നതിലുള്ള അനിഷ്ടം മുഴുവൻ ഡ്രൈവറുടെ മേലവൻ പ്രകടിപ്പിച്ചു. ആ സംഭവത്തിന് ശേഷം 2 ദിവസത്തേക്ക് അജു വളരെ മൂടോട്ടായിരുന്നു. ഇനി മേലാൽ അദ്ദേഹം കാണാമെന്ന് അവനെ അറിയിക്കേണ്ടെന്ന് ഞങ്ങളോട് അവൻ പ്രത്യേകം പറഞ്ഞു. സ്പീക്കറിൽ കേൾക്കുന്ന പാട്ടുകൾ സീനിയേഴ്സ് ഇരട്ടി ഒച്ചത്തിലാക്കി. വരാൻ പോകുന്ന ഹോസ്റ്റലിയുടെ പ്രാക്ടീസ് ആണെന്നാണ് കാരണം പറഞ്ഞത്. എന്ത് ചെവിട് പൊട്ടുന്ന പാട്ടാണ്. നിനക്കൊക്കെ വേറെ നല്ലതൊന്നും കേട്ടൂടെ? ഉമ്മാരെ കൊണ്ട് മടുത്തു. നീ ഉമ്മാരോടൊപ്പം ഇരിക്കുകയാണ്. ആ വായലെടുത്തോണ്ട് വാടാ. ജൂനിയേഴ്സ് ഉൾപ്പെടെ പലയിടത്തും റിഹേഴ്സൽ പൊടി പിടിക്കാൻ തുടങ്ങി. ശ്യാമിൻ്റെ ശ്രദ്ധ മുഴുവൻ പാടാനുള്ള പാട്ടിലായിരുന്നു. ക്ലീറ്റസിൻ്റെ കുരുട്ടുബുദ്ധിയിൽ എന്തൊക്കെയോ തട്ടിക്കൂട്ട് പ്ലാനുകൾ നടന്നു. ശരിക്കും പെട്ടത് ലൂയിസായിരുന്നു. വയലിൻ പരിശീലനം പറഞ്ഞ് പ്ലാവനാക്കുഴി അച്ഛൻ അവനെ ഇടം വലം വിട്ടില്ല.